നല്ല നിലാവ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു രാത്രി. സമയം ഏകദേശം 8 മണിയായി കാണും. പരിചയമില്ലാത്ത വഴിയിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഇരുവശങ്ങളിലെയും റബ്ബർ മരങ്ങളുടെ നടുവിലൂടെ ഒരു യുവാവ് തൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്ത ബൈക്കുമായി നടന്നു വരുന്നു. അവൻ തൻ്റെ സുഹൃത്തുമായി ഫോൺ സംഭാഷണത്തിലായിരുന്നു. അജു, നീ ഒന്ന് പെട്ടെന്ന് വരുമോ? ഞാൻ ഏതോ ഒരു വളവിൽ നിൽക്കുക. ഷോർട്ട് കട്ട് പിടിച്ച് പണിയായി. ഒന്ന് ദീർഘനിശ്വാസം എടുത്തു വിടുന്നു. പെട്ടെന്ന് വീടെത്തണം. അവൾക്ക് ഡേറ്റ് എടുത്തിരിക്കുക. ഫോണിൻ്റെ മറുതലയ്ക്കൽ. 1-2 ഫയലൂടെ ചെക്ക് ചെയ്യാനുണ്ട്, എന്നിട്ട് ഇറങ്ങാം. നീ ആ ലൊക്കേഷൻ ഒന്ന് അയക്കി. പിന്നെ ഒന്നുകൂടെ ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയേ. കോള് കട്ടാകുന്നു. ഒരു അവസാന ശ്രമം കൂടി നടത്തിക്കളയാമെന്ന ചിന്തയിൽ ജഗത് എന്ന യുവാവ് ബൈക്കിൻ്റെ കിക്കർ അടിക്കുന്നു. ഭാഗ്യമെന്ന പോൽ വണ്ടി സ്റ്റാർട്ടാകുന്നു. ഇനി തന്നെ കൂട്ടാൻ അത് വരണ്ടെന്ന് പറയുവാൻ ഫോൺ എടുക്കുന്ന ജഗത്തിൻ്റെ ശ്രദ്ധ എന്തിലോ ചെന്ന് പതിയുന്നു. കുറച്ചു മാത്രം അകലെ മരങ്ങൾക്ക് പിന്നിലായി ചാഞ്ഞു വീണില്ലെന്ന മട്ടിൽ നിൽക്കുന്ന ഒരു ബോർഡ്. കോരിച്ചൊരിയുന്ന നിലാവിൻ്റെ നറുവട്ടം അതിലേക്ക് പതിക്കുന്നുണ്ട്. ജഗത് തൻ്റെ കണ്ണട ഒന്നുകൂടി ശരിയാക്കി വെച്ച് ആ ബോർഡ് വായിക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, വായിച്ചെടുക്കുന്നു. സുമതി വളവ്. വായിച്ചു കഴിഞ്ഞ പാടെ കാലിൻ്റെ പെരുവിരലിൽ നിന്നും ഒരു തരിപ്പ് ശരീരത്തിൻ്റെ ഓരോ കോണിലേക്കും സഞ്ചരിക്കുന്നതായി അവന് തോന്നി. സുമതിയെയും വളവിനെയും പറ്റി പറഞ്ഞു കേട്ട അറിവേ അവനുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടിയും ഇതൊക്കെ തന്നെ അവന് ധാരാളമായിരുന്നു. ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം ധൃതിപ്പെട്ട് തൻ്റെ ബൈക്കിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ചെന്ന് പതിക്കുന്നത് തൻ്റെ 8 അടിയോളം മുന്നിലായി ചോര നിറമുള്ള സാരിയും നീണ്ടു ചുരുണ്ട് ജട കെട്ടി നിൽക്കുന്ന മുടിയുമായി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തിലേക്കാണ്. ഒരു കയ്യിൽ കളിപ്പാവയുണ്ട്. ആ രൂപം ജഗത്തിൻ്റെ മുന്നിലേക്ക് പതിയെ പതിയെ നടന്നു വന്നുകൊണ്ടിരുന്നു. ജഗത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. ഇത് യാഥാർത്ഥ്യമാണോ അതോ താൻ തന്നെ വാർത്തെടുക്കുന്ന തൻ്റെ തോന്നലുകളാണോ എന്ന് അയാൾ ആലോചിച്ചു കൊണ്ടിരിക്കെ ബോധം പതിയെ പോകുന്നു.